പുതിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 5 ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹമാസ് കൈവശം വച്ചിരിക്കുന്ന 5 ഇസ്രായേലി ബന്ദികളെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കണം. പരിവർത്തന ഘട്ടം ഉൾപ്പെടുന്ന പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിന് നല്ല സൂചനകൾ ലഭിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് നിരവധി കൂടിയാലോചനകൾ നടത്തിയതായും അമേരിക്കയുമായി പൂർണ്ണ ഏകോപനത്തോടെ തന്നെ ഇസ്രായേൽ മധ്യസ്ഥർക്ക് ഒരു എതിർ നിർദ്ദേശം നൽകിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. പാലസ്തീനികൾ പോലും ഹമാസിന് എതിരായി നൽകുന്ന സാഹചര്യത്തിൽ എന്ത് കരാറിനും വഴങ്ങിക്കൊടുക്കുക മാത്രമാണ് ഹമാസിന്റെ പക്കലുള്ള ഒരേ ഒരു പോംവഴി. വീണ്ടും വെടിവെപ്പ് തുടർന്നാൽ പാലസ്തീനികൾ ഒന്നടങ്കം ഹമാസിനെതിരെ തിരിഞ്ഞുകൊണ്ട് മറ്റൊരു യുദ്ധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ജീവനും കയ്യിൽ പിടിച്ചാണ് ഓരോ നിമിഷവും പാലസ്തീനിലെ ജനങ്ങൾ കഴിയുന്നതും. തെരുവിലിറങ്ങി പ്രതിഷേധിച്ചെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഹമാസ് അവരെ കൊല്ലുമെന്നതിൽ സംശയമില്ല. ഹമാസിന്റെ നേട്ടത്തിനായി സ്വന്തം ജനതയെ പോലും ബലി കൊടുക്കാൻ മടിക്കാത്തവരാണ് ഹമാസ്. അതേസമയം 15 മാസത്തെ യുദ്ധത്തിനു ശേഷം ജനുവരി 19 ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുക, ഹമാസ് തടവിലാക്കിയിരുന്ന ചില ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക, ചില പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന കരാറിന്റെ 2ാം ഘട്ടം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനുമുള്ള കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. 2ാം ഘട്ടം ആരംഭിക്കാൻ അനുവദിക്കണമെന്ന് ഹമാസ് പറയുന്നു. അതേസമയം ആദ്യ 42 ദിവസത്തെ ഘട്ടം വിപുലീകരിക്കാൻ ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഹമാസിനോട് നിരായുധരാകണമെന്ന് ആഹ്വാനത്തിന് മറുപടിയായി ഗ്രൂപ്പിന്റെ ആയുധ ശേഖരം ഒരു ചുവന്ന വരയാണ് എന്നും ഇസ്രായേൽ അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം അവർ നിരായുധരാകില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. യുദ്ധാനന്തര ഗാസ ക്രമീകരണങ്ങളിൽ ഹമാസിന് പങ്കില്ല എന്നും ഇസ്രായേലും US പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 20 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ആരോഗ്യ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. തെക്കൻ ഗാസയിലെ സുരക്ഷാ മേഖല എന്നറിയപ്പെടുന്ന റാഫ പ്രദേശത്തെ ജനന അയൽപ്പക്കത്ത് കരയുദ്ധം ആരംഭിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു. മാർച്ച് 18 ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണവും കരയാക്രമണവും പുനരാരംഭിച്ചിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസിന്മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇതെന്നവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലി പ്രദേശങ്ങളിലെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. വടക്കൻ തെക്കൻ ഗാസ മുനമ്പിലെ നിരവധി പ്രദേശങ്ങളിലെ 10,000-കണക്കിന് താമസക്കാരെ ഒഴിപ്പിക്കൽ ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 50,000-ത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായും പാലസ്തീൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലെ കമ്മ്യൂണിറ്റികളിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള 1000-കണക്കിന് തോക്കുധാരികൾ ആക്രമണം നടത്തി. 1200 പേരെ കൊല്ലുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതെന്നും ഇസ്രായേലി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.